അതെ, സമയമായി, നമുക്ക് പോകണ്ടേ? ലാഹോർ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ പ്രശസ്തമായ സെൻട്രൽ ജയിലിലെ ഒരു സെൽമുറി തുറന്ന് ഒരു ഉദ്യോഗസ്ഥൻ ഇക്കാര്യം അറിയിച്ചപ്പോൾ 23 വയസ്സുകാരനായ ആ യുവാവ് വായനയിലായിരുന്നു. ജയിൽ അധികൃതന്റെ അറിയിപ്പ് കേട്ടപ്പോൾ അയാൾ കയ്യിലിരുന്ന പുസ്തകം വേഗത്തിൽ വായിച്ചു തീർക്കാൻ തുടങ്ങി. ഒടുവിൽ അയാൾ പുസ്തകം മടക്കി. വെളിയിലേക്ക് വന്ന അയാളുടെ മുഖത്ത് കഴുമരത്തിലേറാൻ വിധിക്കപ്പെട്ടവന്റെ സങ്കോചം കാണാനുണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായിരുന്ന തന്റെ 2 സുഹൃത്തുക്കളും അയാൾക്കൊപ്പം ചേർന്നു. അവസാനമായി അവർ തമ്മിൽ കെട്ടിപ്പുണർന്നു. ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉറക്കം വെച്ചു. ഇന്ത്യ മുഴുവൻ പിന്നീട് ഏറ്റുപാടിയ ആ ഗാനം അവർ ഉറക്കപ്പാടി. മേരാ റംഗ് ദേ ബസന്തി ചോല. തങ്ങളുടെ അന്ത്യവിധി നടപ്പാക്കുന്നിടത്തേക്ക് അവർ നടന്നു നീങ്ങി. അവസാനത്തെ യാത്ര, മരണത്തെ ആഘോഷമാക്കുവാനുള്ള യാത്ര. ചിരിച്ചുകൊണ്ട് അവർ കഴുമരത്തിന് മുന്നിൽ നിന്നു. അവരുടെ കഴുത്തിൽ ചുറ്റി കൊലക്കയർ വീണു. മുഖം മറയ്ക്കുന്ന ആവരണം അണിയുവാൻ അവർ വിസമ്മതിച്ചിരുന്നു. ഒടുവിൽ ആരാച്ചാർ കഴുമരത്തിന് കീഴിലുള്ള പലക നീക്കുവാനായി ലിവർ വലിച്ചപ്പോഴും അവർ ഉറക്കം വിളിച്ചു പറഞ്ഞു, ബ്രിട്ടീഷ് സാമ്രാജ്യം നശിക്കട്ടെ. മരണത്തിലേക്കായിരുന്നില്ല, അനശ്വരതയിലേക്കായിരുന്നു അവർ യാത്ര ചെയ്തത്. അവരെന്നാൽ ഭഗത് സിംഗ്, ശിവറാം രാജ്ഗുരു, സുഖദേവ് ഥാപ്പർ. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള സമരത്തിൽ തിളങ്ങുന്ന ഏട് രചിച്ച യുവ വിപ്ലവകാരികൾ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യപൂർവ്വ പിൽക്കാല ചരിത്രങ്ങളിലെ ഏറ്റവും പ്രശസ്തമായ കഴുവേറ്റിലായിരുന്നു അന്ന് നടന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രക്തസാക്ഷികളുടെ രാജകുമാരനായ ഭഗത് സിംഗിന്റെ ജീവിതകഥയെക്കുറിച്ചിട്ടാണ്. സോ വീഡിയോ മുഴുവനായി കാണുക, അറിവ് നേടാനായി അഭിനിവേശത്തോടെ വരിക. ഇറ്റ്സ് മീ അഭിനേഷ് ആനന്ദ്. വെൽക്കം ടു ദ വീഡിയോ. ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗമായിട്ടുള്ള പഞ്ചാബ് മേഖലയിലെ ബാങ്ക ഗ്രാമത്തിലാണ് ഭഗത് സിംഗ് ജനിച്ചത്. 1907 സെപ്റ്റംബർ 27 രാഷ്ട്രീയ പ്രവർത്തന ചരിത്രമുള്ള ഒരു സിഖ് കുടുംബത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. അച്ഛൻ കിഷൻ സിംഗിന്റെയും അമ്മ വിദ്യാവതിയുടെയും 2ാമത്തെ പുത്രനാണ് ഭഗത് സിംഗ്. ഭഗത് സിംഗ് ജനിച്ച സമയത്ത് അച്ഛൻ സ്വാതന്ത്ര്യ സമര പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് തുറങ്കലിലായിരുന്നു. ഗാന്ധിയൻ ആദർശങ്ങളിൽ അടിയുറച്ചു വിശ്വസിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഭഗത് സിംഗിന്റെ പിതാവ് കിഷൻ. തന്റെ മകനും അതേ ആദർശങ്ങൾ ആ പിതാവ് പകർന്നു നൽകിയിരുന്നു. എന്നാൽ ലാഹോറിലെ നാഷണൽ കോളേജിലെ പഠനകാലത്ത് അഹിംസ എന്ന ആദർശം ഭഗത് സിംഗ് കൈവിട്ടു. സായുധ സമരത്തിലൂടെ മാത്രമേ ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന വിശ്വാസം അവനിൽ അടിയുറച്ചു. ഭഗത് സിംഗിന് 12 വയസ്സുള്ളപ്പോഴാണ് രാജ്യത്തെ ഞെട്ടിച്ച ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. നിരപരാധികൾ വെടിയേറ്റ് വീണ സംഭവം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആളിക്കത്തി. പിറ്റേ ദിവസം ജാലിയൻ വാലാബാഗ് സന്ദർശിച്ച ഭഗത് അവിടെ നിന്നും ശേഖരിച്ച ചോരയും മണ്ണും ഒരു ചെറിയ കുപ്പിയിലാക്കി അലങ്കരിച്ച് തന്റെ മുറിയിൽ സ്ഥാപിക്കുകയും അതിന് അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു. കുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഭഗതിന്റെ മനസ്സിൽ ദേശസ്നേഹം ഉൾക്കൊണ്ടിരുന്നു എന്നതിന് ഉദാഹരണമായിരുന്നു ഇത്. 1920 മഹാത്മാഗാന്ധി നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചപ്പോൾ 13ാം വയസ്സിൽ ഭഗത് സിംഗ് പ്രസ്ഥാനത്തിന്റെ സജീവ പ്രവർത്തകനായി. നിസ്സഹകരണത്തിന്റെ ഭാഗമായി അദ്ദേഹം ദയാനന്ദ് ആംഗ്ലോ വേദിക് സ്കൂൾ ഉപേക്ഷിച്ച് ലാഹോറിലുള്ള നാഷണൽ കോളേജിൽ ചേർന്നു. പഠന വിഷയങ്ങളിലും പാഠ്യേതര കാര്യങ്ങളിലും ഭഗത് ഒരേപോലെ പ്രാമുഖ്യം പുലർത്തിയിരുന്നു. ചരിത്രവും രാഷ്ട്രതന്ത്രവും ഭഗതിന്റെ ഇഷ്ട വിഷയങ്ങളായിരുന്നു. ക്ലാസ്സിൽ പഠിച്ച വിഷയങ്ങളെക്കുറിച്ച് സുഹൃത്തുക്കളുമായി സംവദിക്കുന്നതും ഭഗതിനേറെ ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു. സർവകലാശാലയിലെ നാടക സംഘത്തിൽ ഭഗത് സജീവ പ്രവർത്തകനായിരുന്നുവെന്നും കാണാൻ സാധിക്കും. ഇവിടെ വെച്ചാണ് ഭഗത് സുഖദേവും ഭഗവതി ചരൺ വോഹ്രയുമായുള്ള സൗഹൃദവും ആരംഭിക്കുന്നത്. ദൈനംദിന അധ്യാപനത്തിന് പുറമെ ലാലാ ലജ്പത് റായ് അവിടെ ദേശസ്നേഹത്തെക്കുറിച്ചും മറ്റും ക്ലാസുകൾ എടുക്കുന്നുണ്ടായിരുന്നു. ഇത്തരം ക്ലാസുകൾ ഭഗതിനെ ഏറെ സ്വാധീനിച്ചിരുന്നു. ഭഗതിന്റെ ചരിത്ര അധ്യാപകനായിരുന്ന വിദ്യാലങ്കാർ ഭഗതിനെ ഏറെ സ്വാധീനിച്ചിരുന്ന മറ്റൊരു വ്യക്തിത്വമായിരുന്നു. വിദ്യാലങ്കാറും ഭഗതും തമ്മിൽ വളരെ അടുത്ത ബന്ധവും വെച്ചു പുലർത്തിയിരുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തിലുപരി വിപ്ലവം കൊണ്ട് മാത്രമേ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും പുറത്താക്കുവാൻ കഴിയൂ എന്ന് ഭഗത് വിശ്വസിച്ചു തുടങ്ങിയതും ആ കാലഘട്ടത്തിലാണ്. ഗാന്ധിജിയുടെ അക്രമരഹിത സമര രീതിയോട് പൊരുത്തപ്പെടുവാൻ പിന്നീട് ഭഗതിന് കഴിഞ്ഞിരുന്നുമില്ല. അതിന് കാരണം വേറൊന്നുമല്ല, ബ്രിട്ടൻ ഈ നിരായുധരായുള്ള സമര പോരാളികളെ പോലും സായുധപരമായാണ് നേരിട്ടിരുന്നത്. ചൗരി ചൗര സംഭവത്തെ തുടർന്നുണ്ടായ കലാപങ്ങളിൽ നിരപരാധികളായ ഗ്രാമീണരെ ബ്രിട്ടീഷ് സംഘം വധിക്കുകയുണ്ടായി. ഇത്തരം സംഭവങ്ങൾ വിപ്ലവത്തിന്റെ പാത സ്വീകരിക്കുവാനുള്ള ഭഗതിന്റെ തീരുമാനത്തെ ഊട്ടിയുറപ്പിക്കുന്നവയായിരുന്നു. ഭഗത് 5 വിവിധ ഭാഷകളിൽ പ്രാവീണ്യം നേടിയിരുന്നു. തന്റെ ലക്ഷ്യങ്ങളോട് സമരസപ്പെടുന്നുവെന്ന് കണ്ട വിവിധങ്ങളായ സംഘടനകളിലും ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. അങ്ങനെയിരിക്കെ 1924 അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ ഒരു വിവാഹ ആലോചന കൊണ്ടുവന്നത്. എന്നാൽ ഭഗത് സിംഗ് വിവാഹ ആലോചന നിരാകരിക്കുകയാണ് ഉണ്ടായത്. അതിനവൻ മറുപടി നൽകിയത് ഇങ്ങനെയായിരുന്നു, ഇന്ത്യ സ്വാതന്ത്ര്യം നേടാത്തിടത്തോളം കാലം എൻ്റെ വധു മരണം മാത്രമായിരിക്കും. അങ്ങനെ വിവാഹം നടത്തുവാനുള്ള മാതാപിതാക്കളുടെ നിർബന്ധത്തിൽ നിന്നും രക്ഷപ്പെടുവാനായി അദ്ദേഹം വീട് വിട്ട് കാൺപൂരിലേക്ക് പോയി. അവിടെ പ്രതാപ് പ്രസന്നർ അച്ചടിശാലയിൽ ജോലിക്ക് ചേർന്നു. ഒഴിവു സമയങ്ങളിൽ വിപ്ലവ സാഹിത്യ പഠനവും തുടങ്ങി. 1928 ഒക്ടോബർ മാസം ഭഗതിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായ ഒരു കാലഘട്ടമായിരുന്നു അത്. ബ്രിട്ടൻ രൂപീകരിച്ച സൈമൺ കമ്മീഷനെതിരെ രാജ്യമെങ്ങും പ്രതിഷേധങ്ങൾ നടക്കുന്ന സമയം. ഒക്ടോബറിൽ അന്ന് ഇന്ത്യൻ സമൂഹത്തിലെ സമാരാധനായ നേതാവ് ലാലാ ലജ്പത് റായ് കമ്മീഷനെതിരെ മാർച്ച് നടത്തി.
മാർച്ചിന് നേരെ ബ്രിട്ടീഷ് പോലീസിന്റെ ബലപ്രയോഗവും ഉണ്ടായി. ഇതിനിടെ ജെയിംസ് എ സ്കോട്ട് എന്ന ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്റെ ആക്രമണത്തിൽ ലാല ലജ്പത് റായ്ക്ക് പരിക്ക് പറ്റുകയും 2 ആഴ്ചയ്ക്ക് ശേഷം തുടർന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. ഇത് വലിയ പ്രതിഷേധത്തിനും അമർഷത്തിനും വഴിയൊഴുക്കി. ലാല ലജ്പത് റായുടെ മരണത്തിന് പകരം ചോദിക്കണമെന്ന് ഭഗത് സിംഗും സംഘവും തീരുമാനിച്ചു. ജെയിംസ് സ്കോട്ടിന്റെ കൊലപാതകമായിരുന്നു അവരുടെ ലക്ഷ്യം. സുഖദേവ് ദാപ്പറാണ് പദ്ധതി രൂപീകരിച്ചത്. കൃത്യം നടപ്പാക്കുവാൻ നിയോഗിക്കപ്പെട്ടത് ഭഗത് സിംഗും രാജ്ഗുരുവും. 1928 ഡിസംബർ 27 ലാഹോറിന് സമീപമുള്ള ഒരു പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് രാജ്ഗുരുവും ഭഗത് സിംഗും തങ്ങളുടെ ലക്ഷ്യം നടപ്പാക്കുവാൻ ഒരുങ്ങി. രാജ്ഗുരുവാണ് ആദ്യം വെടിവെച്ചത്. അത് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ ദേഹത്ത് തന്നെ കൊള്ളുകയും ചെയ്തു. തുടർന്ന് ഭഗത് സിംഗ് അദ്ദേഹത്തിന്റെ തോക്ക് നീട്ടി നിറയൊഴിച്ചു. എന്നാൽ പദ്ധതിയിൽ കൊല്ലപ്പെട്ടത് ജെയിംസ് സ്കോട്ട് ആയിരുന്നില്ല, ASP ജോൺ സാൻഡേഴ്സ് എന്ന മറ്റൊരു പോലീസുകാരനാണ്. ശ്രമം പാളിയെങ്കിലും ഭഗത് സിംഗും കൂട്ടരും രക്ഷപ്പെട്ടു. ബ്രിട്ടീഷ് സർക്കാർ ഇവർക്ക് വേണ്ടി ഉത്തരേന്ത്യ മുഴുവൻ തിരച്ചിൽ ഊർജ്ജപ്പെടുത്തിയെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് ലോകമാകെ ശ്രദ്ധ നേടിയ ആ സംഭവം നടന്നത്. 1929 ഏപ്രിലിൽ ഭഗത് സിംഗും കൂട്ടാളികളും ഡൽഹിയിലെ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി കെട്ടിടത്തിനുള്ളിൽ ബോംബ് സ്ഫോടനം നടത്തി. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണസിരാ കേന്ദ്രത്തിൽ നടന്ന ഈ ഒരു ആക്രമണം ബ്രിട്ടനെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. ഈ ഒരു ഉദ്യമത്തിന്റെ ലക്ഷ്യം ആരെയും കൊല്ലുക എന്നതായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ ആശയങ്ങളിലേക്ക് ജനശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതായിരുന്നു. അറസ്റ്റ് ചെയ്യുവാൻ തങ്ങൾക്ക് നേരെ പാഞ്ഞു വന്ന ബ്രിട്ടീഷ് അധികൃതർക്ക് മുന്നിൽ യാതൊരു തടസ്സവും ഭഗത് സിംഗ് ഉയർത്തിയില്ല. അങ്ങനെ ഭഗത് സിംഗും സംഘവും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പിന്നീട് നടന്ന കുറ്റവിചാരണയിലും കോടതി നടപടികളിലും ഒന്നും യാതൊരു പ്രതിരോധവും ഭഗത് സിംഗ് ഉയർത്തിയില്ല. അസംബ്ലി കെട്ടിടത്തിൽ നടത്തിയ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ഭഗത് സിംഗിനും സംഘത്തിനും ജീവപര്യന്തം തടവ് ലഭിച്ചു. എന്നാൽ ഇതിനിടയിൽ നടന്ന കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി ജോൺ സാൻഡേഴ്സിന്റെ മരണത്തിന് പിന്നിലും ഭഗത് സിംഗിന് പങ്കുണ്ടെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. ഇതിനു പിന്നാലെ കോടതി വധശിക്ഷ നൽകി വിധി പുറപ്പെടുവിച്ചു. എന്നാൽ ഭഗത് സിംഗിനും കൂട്ടാളികൾക്കും ശരിയായ രീതിയിൽ നീതിപീഠം പരിഗണന നൽകിയില്ല എന്ന ആക്ഷേപം അന്നു മുതൽ തന്നെ ശക്തമായിരുന്നു. 1931 മാർച്ച് 23 വധശിക്ഷ നടപ്പാക്കുവാൻ ബ്രിട്ടീഷ് അധികൃതർ തീരുമാനമെടുത്തു. അങ്ങനെ ലാഹോർ സെൻട്രൽ ജയിലിലെ കഴിമര മുറിയിലേക്ക് ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും ആനയിക്കപ്പെട്ടു. കൊലക്കയർ കഴുത്തിലേക്ക് അണിയപ്പെടുന്നതിന് മുമ്പ് ഭഗത് സിംഗ് അതിൽ ചുംബിച്ചിരുന്നുവെന്നും കണ്ടു നിന്നവർ പറയുന്നുണ്ട്. മരണഭയമില്ലാതെ പുഞ്ചിരിച്ചു നിന്ന അവരെ കണ്ട് നിരവധി വധശിക്ഷകൾ നടപ്പാക്കിയ ആരാച്ചാർമാർ പോലും അമ്പരന്നുപോയി. ഒടുവിൽ ആ കരുമരത്തിൽ കെട്ടിനിർത്തിയ മുറുകിയ കയറിൽ ഇഹലോക ജീവിതം അവസാനിപ്പിച്ച് ഭഗത് സിംഗ് കോടിക്കണക്കിന് ഇന്ത്യക്കാരുടെ മനസ്സിൽ പുതുജീവൻ നേടി. ജയിലിൽ തടവ് ശിക്ഷ അനുഭവിക്കുന്ന സമയത്തായിരുന്നു വൈ ഐ ആം ആൻ ഏത്തിസ്റ്റ് എന്ന പുസ്തകം അദ്ദേഹം രചിച്ചത്. ഷാഹിദി അസം, രക്തസാക്ഷികളുടെ രാജകുമാരൻ എന്നിങ്ങനെ വിശേഷണങ്ങൾ പിൽക്കാലത്ത് അദ്ദേഹത്തിന് ചാർത്തപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന കാലഘട്ടത്തിൽ നവജവാൻ ഭാരത് സഭയുടെ സ്ഥാപക സെക്രട്ടറിയായും ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷന് നേതൃത്വം നൽകിയും ലാഹോർ സ്റ്റുഡൻസ് യൂണിയൻ രൂപവൽക്കരിച്ചും അദ്ദേഹം തന്റെ സാന്നിധ്യം ഊട്ടിയുറപ്പിച്ചിരുന്നു. ഇൻകുലാബ് സിന്ദാബാദ് എന്നത് ആദ്യമായി മുദ്രാവാക്യമായി ഉപയോഗിച്ചതും ഭഗത് സിംഗ് തന്നെയാണ്. ഭഗത് സിംഗിന്റെയും കൂട്ടാളികളുടെയും തൂക്കുമരണത്തിൽ നിശബ്ദത പാലിച്ചതിന് ഗാന്ധിജിയും വിമർശനത്തിനിരയായിട്ടുണ്ട്. എന്നാൽ ഇവരെ തൂക്കിലേറ്റരുതെന്ന് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിനോട് ഗാന്ധി അഭ്യർത്ഥിച്ചിരുന്നുവെന്നും എന്നാൽ അത് നിരാകരിക്കപ്പെടുകയായിരുന്നുവെന്നും അഭിപ്രായങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഭഗത് സിംഗിന്റെ മൃതദേഹം ഇന്ത്യക്കും ഇംഗ്ലണ്ടിനുമിടയ്ക്ക് എക്കാലവും തൂങ്ങി നിൽക്കുമെന്നും ജവഹർലാൽ നെഹ്റുവും പ്രസ്താവിച്ചിരുന്നു. ഞാനൊരു തീവ്രവാദിയെ പോലെയാണ് പെരുമാറുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നാം, എന്നാൽ ഞാനൊരു തീവ്രവാദിയല്ല, മറിച്ച് വിപ്ലവകാരിയാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഭഗത് സിംഗിന്റെ ജീവിതകഥയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണുന്നതുവരെ